മുതലപ്പുഴി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. മുതലപ്പുഴി സന്ദർശിച്ച ശേഷം മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും നാട്ടുകാരുമായും മന്ത്രി ചർച്ച നടത്തി. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ജോർജ് കുര്യൻ ഇന്ന് മുതലപ്പുഴി സന്ദർശിച്ചതിന് ശേഷം കാര്യങ്ങൾ പഠിച്ച് വിലയിരുത്തുമെന്നുള്ള വാക്കാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ സന്ദർശനത്തിനോടുകൂടി തുടക്കമായിരിക്കുന്നത്? ഈ മുതലപ്പുഴയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ വിവിധ നടപടികളൊക്കെ തങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഇടപെടൽ വന്നതിന് ശേഷമാണ് കാര്യമായൊരു പുരോഗതി അതിലുണ്ടായത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജോർജ് കുര്യൻ മന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം 4 തവണയാണ് അദ്ദേഹം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗങ്ങൾ വിളിച്ചത്. അതിനുശേഷമാണ് ഇന്ന് മുതലപ്പുഴയിൽ എത്തുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടും അടക്കം, പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ടും അടക്കം അദ്ദേഹം ഇന്ന് ചർച്ച നടത്തിയതിനു ശേഷം കൂടിയാണ് ഇന്ന് മുതലപ്പുഴയിലെത്തിയപ്പോൾ വളരെ സജീവമായി മുതലപ്പുഴ വിഷയം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഇന്ന് യോഗത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. അവരുടെ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ പുഴയുടെ അടിത്തട്ടുമായി ബന്ധപ്പെട്ട് അടിത്തട്ടിലെ ചുഴി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം അടക്കം പരിശോധിക്കണമെന്ന തൊഴിലാളികളുടെ നിർദ്ദേശങ്ങളൊക്കെ, മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം എഴുതിയെടുത്ത് ആ നിർദ്ദേശങ്ങൾ പ്രത്യേകം പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവർ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകി. അതോടൊപ്പമാണ് ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളെപ്പറ്റി അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചത്. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ മനസ്സോടെ സഹകരിച്ചാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ഈ DPR തയ്യാറാക്കി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. DPR തയ്യാറാക്കി നൽകിയ ശേഷം അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. തുടർന്നാണ് പദ്ധതി നടത്തിപ്പുമായി മുന്നോട്ട് പോവുക. പദ്ധതിയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഇല്ല. ഈ മുതലപ്പുഴയിലെ ജനങ്ങളുടെ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക്, മത്സ്യത്തൊഴിലാളികളുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നും ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രോഹിണി, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ പഠനങ്ങൾ ആവശ്യമാണ്. അത്തരത്തിൽ ഉള്ള പഠനങ്ങൾ വിശദീകരിച്ചതിന് ശേഷമായിരിക്കും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ പരിശോധിക്കുക എന്ന് ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി തന്നെ ഉറപ്പായിരിക്കുകയല്ലേ? കൃത്യമാണ്. കാരണം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞത് രോഹിണി ശ്രദ്ധിച്ച് കാണുന്നുവെന്ന് കരുതുന്നു. അതായത് 4 യോഗങ്ങളാണ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം 1 മാസത്തിനിടെ അദ്ദേഹം ഈ വിഷയത്തിൽ, മുതലപ്പുഴി വിഷയത്തിൽ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയത്. അതിനുശേഷം സർക്കാർ പ്രതിനിധികളുമായിട്ട് നടത്തിയ ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി മന്ത്രിതലത്തിൽ സംസ്ഥാന മന്ത്രിയുമായി, ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുമോ എന്ന ചോദ്യത്തിന് താൻ ഇവിടെ തന്നെയുണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. അതായത് മുതലപ്പുഴി വിഷയം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന്, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് അദ്ദേഹം സജീവമായ ഒരു ഇടപെടൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ വി മുരളീധരനടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഈ പ്രശ്ന പരിഹാരത്തിന്, പ്രത്യേകിച്ച് മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുലിമുട്ടിൻ്റെ നീളം കൂട്ടുക, പുലിമുട്ടിൻ്റെ ഇതിൻ്റെ 2 വശത്തുമുള്ള, ഈ പുഴയുടെ 2 വശത്തുമുള്ള ജനങ്ങളിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുള്ളത് ഈ വിഷയത്തിലുണ്ട്. ഇതെല്ലാം പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കും ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നത്. അത് ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട്, വിശദമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്, കടലിൻ്റെ സ്വഭാവം കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്, മറ്റേതെങ്കിലും ഘടകങ്ങൾ ഇവിടെ ഈ മണ്ണടിഞ്ഞു കൂടുന്നതിനും ഈ തിരകൾ ശക്തമാകുന്നതിനും കാരണമാകുന്നു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹപ്രവർത്തകരുടെയൊക്കെ ജീവനാണ് ഇങ്ങനെ പലപ്പോഴായി നഷ്ടമാകുന്നത്. നമ്മൾ എടുത്തു പറഞ്ഞു തന്നെയാണ്. പലപ്പോഴുമായി 76ഓളം ജീവനുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുതലപ്പുഴയിൽ പൊഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മരണങ്ങളും അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആശങ്ക ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ അത് കൃത്യമായ പഠനത്തിലൂടെ കൃത്യമായൊരു പദ്ധതി നടപ്പിലാക്കി അതിൻ്റെ വിജയം കണ്ടാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെല്ലാം പരിഹരിക്കുമെന്നുള്ള ഉറച്ച വാഗ്ദാനമാണ് അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ നൽകിയത്. യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഈ പ്രദേശത്തെ
അധികാരിമാരടക്കമുള്ളവർ, വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. അവരുടെ വിഷമങ്ങൾ പങ്കുവച്ചു. അവർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ നേരിട്ടും അല്ലാതെയും എഴുതി നൽകിയും ഒക്കെ ചെയ്തു. അങ്ങനെ നിരവധി നിവേദനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥർ, സംസ്ഥാന ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ഈ വിഷയങ്ങൾ പരിഹരിക്കും അല്ലെങ്കിൽ പഠിക്കുമെന്നുള്ള ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ശരി പ്രജിത്ത്.